ത്രിയേക ദൈവത്തിന് സ്തുതി. യേശുവിൽ സ്നേഹവന്ദനം. ദൈവം സൃഷ്ടിച്ച മനോഹര ഭൂമിയിൽ ഹാബേൽ എന്ന സഹോദരനെ കയീൻ തൻ്റെ സ്വാർത്ഥതയാൽ അനാവശ്യമായി കയർത്ത് അവനെ കൊന്നു. ജോസഫ് എന്ന സ്നേഹബാലകനെ സ്വന്തം സഹോദരന്മാർ അവൻ്റെ വസ്ത്രം നീക്കി പൊട്ടക്കിണറ്റിലിട്ടു. ദാവീദ് എന്ന കിന്നര വായനക്കാരനായ അഭിഷിക്തനെ ശൗൽ രാജാവ് പലപ്പോഴായി ഉപദ്രവിച്ചു, അധിക്ഷേപിച്ചു. ദൈവത്തിൻ്റെ സത്യപ്രവാചകനായ മീഖായാവിനെ ദൈവിക സന്ദേശം കൗശലത്തിൽ പറയിപ്പിച്ചതിന് ശേഷം ആഹാബ് രാജാവ് വഞ്ചിച്ച് കാരാഗൃഹത്തിലിട്ടു. യഹൂദ രാജാവായിരുന്ന യോവാശ് ദൈവത്തിൻ്റെ പ്രവാചകനായിരുന്ന സെഖര്യാവിനെ ദേവാലയത്തിൻ്റെ പ്രാകാരത്തിൽ കൊണ്ടുവന്ന് കല്ലെറിഞ്ഞു കൊന്നു. യേശുവിനെ ഒറ്റിക്കൊടുത്തത് തൻ്റെ കൂടെ നടന്ന ശിഷ്യൻ യൂദയാണ്. പൗലോസ് അപ്പോസ്തോലനെ താൻ സ്നേഹിച്ച സമൂഹം മുഴുവനായി കൈവിട്ടു. ഇതാണ് ഒറ്റപ്പെടലിൻ്റെ ചരിത്രം. ഇന്നും അത് ആവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. ഒരിക്കലും പിരിയില്ലെന്ന വാക്ക് നൽകിയവർ തള്ളിക്കളയുന്നത് ഹൃദയത്തെ വേദനിപ്പിക്കുന്നതാണ്. നമ്മെ തള്ളിക്കളയുവാൻ പല ന്യായീകരണങ്ങളും അവർ കണ്ടെത്തുന്നു. നമ്മുടെ മേൽ കുറ്റങ്ങൾ ആരോപിക്കുന്നവർ ഇരുട്ടിൽ മറഞ്ഞിരുന്ന് രസിക്കുകയാണ്. എന്നാൽ നാം ഓർക്കേണ്ടത്, കല്ലേറ് കൊള്ളാനും മുറിവേൽക്കാനും ക്രൂശ് വഹിക്കാനും തൻ്റെ പ്രിയരെ മാത്രം ദൈവം തിരഞ്ഞെടുക്കുന്നു. അവരെ തൻ്റെ പൊന്നുകരത്തിൽ വഹിക്കുവാൻ കർത്താവിനറിയാം. ആര് തള്ളിക്കളഞ്ഞാലും നമ്മെ ചേർത്ത് നിർത്തി പരിപാലിക്കുന്ന കർത്താവിൻ്റെ സ്നേഹത്തിൻ്റെ ആഴം നാം തിരിച്ചറിയണം. അതാണ് തൻ്റെ ഭക്തന്മാരുടെ വഴി. ആ വഴിയായി നാം സ്വർഗീയ അക്കരെ എത്തുന്നതുവരെ നമ്മെ കാത്തു പരിപാലിക്കാൻ ഈ ദൈവം വിശ്വസ്തനാണ്, സർവശക്തനാണ്. 1 പത്രോസ് 2:19. അന്യായമായി പീഡിപ്പിക്കപ്പെടുമ്പോൾ ദൈവചിന്തയോടെ വേദനകൾ സഹിച്ചാൽ അത് അനുഗ്രഹത്തിന് കാരണമാകും. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. കർത്താവിൽ എളിയ ശുശ്രൂഷകൻ ഈരാളിലച്ചൻ